മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഈ തവണത്തെ നമ്മുടെ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ബിന്നിയാണ്. കിച്ചണിൽ കുറച്ചധികം റൂളുകൾ കൊണ്ടുവന്ന ഒരു വീക്കും കൂടിയാണ് ഇത്. അതായത് പഞ്ചസാരയും നാരങ്ങയും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി കിച്ചൺ ടീമിലെ ഒരു മെമ്പറിനെ പ്രത്യേകം ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ കോഫി ആരും ഇട്ടു കുടിക്കാൻ പാടില്ല. ആർക്കെങ്കിലും പഞ്ചസാര വേണമെങ്കിൽ ആ മെമ്പർ, അതായത് ബിന്നി ഈ തവണ ഏൽപ്പിച്ചിരിക്കുന്നത് ലക്ഷ്മിനെയാണ്, ലക്ഷ്മി നൽകും. ഒരാൾക്ക് ഒരു ദിവസം 3 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ഉള്ളൂ. രാവിലത്തെ ചായയിൽ 1.5 ടീസ്പൂൺ, ഈവനിങ് ചായയിൽ 1.5 ടീസ്പൂൺ. അങ്ങനെ കുറച്ചധികം നിയമങ്ങൾ ബിന്നിയും ബിന്നിയുടെ കൂട്ടരും ഈ തവണ കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ ബിന്നിക്കിട്ട് ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടി നമ്മുടെ അനുമോളും നൂറയും കൂടി കുറച്ച് കോഫി പൗഡർ എടുത്ത് കട്ടെടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം നൂറയൊക്കെ പറയുന്നത് ബിന്നി പെർഫെക്റ്റ് ആണ്, അതായത് കിച്ചണിൽ കയറിയപ്പോൾ ഈ സീസൺ തുടങ്ങിയിട്ട് ഏറ്റവും നല്ല കിച്ചൺ ടീമാണ്, അല്ലെങ്കിൽ കുറച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള കിച്ചൺ ടീമാണെന്ന് പറയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് ജിസേലിനെ പേടിച്ച്. ജിസേൽ ഇതുവരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിച്ചണിൽ നിന്നും മോഷ്ടിക്കാറുണ്ട്. അങ്ങനെ മോഷണമൊന്നും നടക്കാത്ത ഒരു നല്ല വീക്കാണ് ഇത് എന്ന് പറയിക്കാൻ വേണ്ടിയാണ് ബിന്നി ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അങ്ങനെ ബിന്നി പറയുന്ന സമയത്ത് ഇവർക്ക് എതിർത്ത് പറയണമെങ്കിൽ ഇവർക്ക് ഒരു സോളിഡ് ആയിട്ടുള്ള റീസൺ വേണമല്ലോ. അതിനു വേണ്ടിയാണ് നൂറ കാപ്പിപ്പൊടി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. നൂറയ്ക്ക് ഹെൽപ്പായിട്ട് അനുമോളും ഉണ്ട് കേട്ടോ. അനുമോൾ ഓൾറെഡി കിച്ചൺ ടീമിലുള്ള ഒരു മെമ്പർ തന്നെയാണ്. ചിലപ്പോൾ നൂറയുടെ കൂടെ ഈ കാര്യത്തിന് കൂട്ടുനിന്നതാവാം. ആകെ 100 ഗ്രാം എന്തോ ബ്രൂ ആണ് ഇവർക്ക് ലഭിച്ചത്. അതിൽ നിന്നാണ് ഈ മോഷ്ടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും അനുമോളും നൂറയും ഇതിനെക്കുറിച്ച് ഇന്നലെ സംസാരിക്കുന്നത് ജിസേൽ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ജിസേൽ നമ്മുടെ നൂറയോട് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കോഫി പൗഡർ ഉണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടു, എനിക്ക് കുറച്ച് തരുമോ എന്ന്. അങ്ങനെ നൂറ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്തോ കട്ട പിടിച്ചു പോയി. പിന്നെ അതിൽ നിന്ന് ചിരണ്ടിയൊക്കെ എടുത്ത് കോഫി കുടിക്കുന്നുണ്ട് ജിസേലിനെ പേടിച്ചാണ് ബിന്നി ഇതൊക്കെ ചെയ്യുന്നെങ്കിലും ജിസേലിന് കിട്ടേണ്ട സാധനം എന്തായാലും കിട്ടി. പിന്നെ ഈ ആഴ്ച എന്തോ ബിന്നി കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. രാവിലെ 8 മണിക്കാണ് ഇവർക്ക് വേക്കപ്പ് സോങ്. ബിന്നി എന്തോ മനഃപൂർവ്വം കരുതി കൂട്ടി എല്ലാവർക്കും ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രാവിലത്തെ ചായ കൊടുക്കുന്നത്. സാധാരണ എല്ലാ കിച്ചൺ ടീം എന്ന് പറയുന്നത് ഇവർ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ചായ കൊടുക്കും. പോട്ടെ 8 മണിക്ക് കൊടുത്തില്ലെങ്കിലും ഒരു 8:30, ഒരു അരമണിക്കൂർ മതിയല്ലോ ഇവർക്ക് ഫേസൊക്കെ വാഷ് ചെയ്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടി. കാരണം ഈ ബിന്നി തന്നെ ജിസേൽ കിച്ചൺ ടീമിലുള്ള സമയത്ത് ചായ 10 പേർക്ക് ഇട്ട് കൊടുത്തുള്ളൂ, ഞങ്ങൾക്കാർക്കും തന്നില്ല, ഇത്രയും ടൈം ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയ വ്യക്തിയാണ്. ഇപ്പോൾ ഹൗസിലുള്ള എല്ലാവർക്കും 9 മണി കഴിഞ്ഞിട്ടാണ് ചായ കൊടുക്കുന്നത്. എന്തായാലും പലരും ആ കാര്യം പറഞ്ഞ് ബിന്നിയെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അതായത് ജയിൽ നോമിനേഷൻ കേട്ടോ. എന്തായാലും ഈ കോഫി പൗഡർ നൂറയ്ക്കും അനുമോൾക്കും പണിയാകുമോ അല്ലെങ്കിൽ ബിന്നിക്ക് പണിയാകുമോ എന്നൊക്കെ കണ്ടറിയണം. ഫുഡ് ഐറ്റം ഒന്നും ഇതുവരെ നൂറയോ അനുമോളോ അങ്ങനെ മോഷ്ടിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇത് ബിന്നിക്ക് പണി കൊടുക്കാൻ വേണ്ടി തന്നെ ഇവർ കരുതിക്കൂട്ടി ചെയ്തതാണ്. എന്തായാലും എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.